വർണ്ണനാതീതമാം ദൈവത്തിൻ ദാനമേ, ഓ ദിവ്യകാരുണ്യമേ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടെ, കാൽവരി കുന്നിലെ തിരുയാഗമേ. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നുമെന്നേരവും ആരാധന. വിശുദ്ധ കുർബാന മധ്യേ ക്രിസ്തുവിൻ്റെ തിരുമുഖം പതിഞ്ഞ വിളക്കന്നൂർ ക്രിസ്തുരാജ തീർത്ഥാടന ദേവാലയത്തിൽ ക്രിസ്തുരാജൻ്റെ രാജത്വ തിരുനാൾ ശതാബ്ദി ആഘോഷവും ദിവ്യകാരുണ്യ അടയാള ഔദ്യോഗിക പ്രഖ്യാപനത്തിൻ്റെ 1-ാം വാർഷികവും 13 മുതൽ 23 വരെ നടക്കും. ഇരട്ടി മധുരത്തിൻ്റെ വലിയ സന്തോഷത്തിലാണ് വിളക്കന്നൂര്. മലബാർ കുടിയേറ്റ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ മേൽ ദിവ്യകാരുണ്യ ഈശോ കയ്യൊപ്പ് ചാർത്തിയതിൻ്റെ, വിളക്കന്നൂർ ദേവാലയത്തിലെ ദിവ്യകാരുണ്യത്തിൽ ഈശോമിശിഹായുടെ തിരുമുഖം പതിഞ്ഞതിൻ്റെയും, ഈ ദേവാലയത്തിൻ്റെ നാമത്തിന് കാരണമായ ക്രിസ്തുരാജൻ്റെ രാജത്വ തിരുനാൾ തിരുസഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിൻ്റെ ശതാബ്ദി വർഷം കൂടെ ചേർന്ന് വലിയ ഇരട്ടി മധുരത്തിൻ്റെ വലിയ ദിനങ്ങളിലേക്ക്, പുണ്യദിനങ്ങളിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളെല്ലാവരെയും നവംബർ 13 മുതൽ നവംബർ 23 വരെയുള്ള ഈ പുണ്യപ്പെട്ട ദിനങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുരാജ ദേവാലയത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന് ഈ വർഷം മെയ് 31 സഭ ഔദ്യോഗികമായി അംഗീകരിച്ചതിന് ശേഷം ഈ വിളക്കന്നൂർ ദേവാലയത്തിലേക്ക് ധാരാളം തീർത്ഥാടകർ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളായ അമേരിക്ക, ഇംഗ്ലണ്ട്, പോളണ്ട്, അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ, മലേഷ്യ, സിംഗപ്പൂർ, അങ്ങനെ നിരവധിയായ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം തീർത്ഥാടകർ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള ഗോവ, മഹാരാഷ്ട്ര, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, കർണാടക, തമിഴ്നാട്, അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ധാരാളം തീർത്ഥാടകർ ഈശോയെ നേരിട്ട് കാണുവാനും ഈശോയുടെ സവിധെ ബലിയർപ്പിച്ച് അനുതാപമെന്ന കുദാശയ വിശുദ്ധ കുംഭസാരത്തിലൂടെ പാപമോചനം തേടി ഈ പുണ്യപ്പെട്ട ഭൂമിയിൽ വന്ന് ഈശോയെ അനുഭവിക്കുവാനായിട്ട് ധാരാളം വ്യക്തി ജീവിതങ്ങൾ ഒറ്റയ്ക്കും സമൂഹമായിട്ടും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരികയും ആത്മാർത്ഥമായിട്ട് ഈശോയുടെ തിരുസന്നിധിയിൽ അവരുടെ പ്രാർത്ഥനകൾ നടത്തുകയും ഈശോയുമായിട്ട് ഒരു ദൈവമായ ഒരു ഐക്യത്തിലേക്ക് അവർ കടന്നു വരുന്നത് ഈ ദിവസങ്ങളിൽ കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. आमच्या सुन्या तुझ्या पुत्रा येशू ख्रिस्त आवडपे तो परोदे तुझे सगळे पवित्र बेचाळी कोणा जे ताणी राजभर सलयता सस्नाच्या सस्ना. മംഗലാപുരത്ത് നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ 92 പേരുണ്ട്. 2 ബസ്സിലായിട്ട് വന്നു. ഞങ്ങളുടെ വികാരി അച്ഛൻ കൊങ്ങിണി അച്ഛനാണ്. എനിക്ക് പലവിധ അസുഖങ്ങളുണ്ട്. ഡയബറ്റിക്, കൊളസ്ട്രോള്, BP, ആർത്രൈറ്റീസ്. പിന്നെ എൻ്റെ ഒരു കൈ ഒത്തിരി ഷിവറിങ് ആയിരുന്നു. ഈ കുർബാന കൊടുക്കുന്ന സമയത്ത് എൻ്റെ കൈ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. അന്നേരം ഈശോ എന്നെ സുഖപ്പെടുത്തുന്നതാണെന്ന് എനിക്ക് അനുഭവം ഉണ്ടായി. ശരിക്കും സ്വർഗത്തിൽ ഈശോ വന്നത് ഈ ജനങ്ങളെയെല്ലാം ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ വിളക്കന്നൂരിലുള്ളവരെയൊക്കെ. കേരളത്തിന് പുറത്തുനിന്നും മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഇവിടെ എത്തി സൗഖ്യവും അനുഗ്രഹങ്ങളും പ്രാപിച്ച് മടങ്ങുന്നത്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് തങ്ങളുടെ തന്നെ ഭാഷയിൽ ദിവ്യബലി അർപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട്. 1st of September and we are so blessed. The whole village was surprised. How you got this? How you came to know? We were the first ones. Goans came and stayed here, and we were so blessed, and all were happy. And even now they are telling, as I myself say, the eyes which saw, these my 2 eyes,
which have seen this miracle, holy face of Jesus, will never be destroyed. I am booked in heaven. That's my belief. Now I am tired because I am a cancer survivor. Even the doctor saying no more cancer. Just I have to continue, but that one hormone tablet every day and follow up once in a year. Otherwise I'm okay. No other symptoms, nothing so far. Thank God. ഇവിടെ വരുന്ന എല്ലാ മക്കളെയും ദിവ്യകാരുണ്യ ഈശോ അവരുടെ സന്തോഷ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിലും സങ്കടങ്ങളിലുമൊക്കെ അവരുടെ കൂടെയായിരുന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരുപാട് സന്തോഷത്തിൻ്റെ കണ്ണീര് ഉണക്കുന്നതിൻ്റെ കഥകളാണ് ഓരോ ദിവസവും ഇവിടെ വിരചിക്കപ്പെടുന്നത്. ഒത്തിരി നാളായിട്ട് ഇവിടെ വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതിന് എനിക്ക് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച് വന്ന് കുറച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്ന് ഈശോയുടെ ആ രൂപം കാണാനും. മനസ്സിലത് എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് വരുന്ന ഇടവക പള്ളി ആയതുകൊണ്ട് 3 നിയോഗങ്ങൾ സമർപ്പിച്ചെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. അത് ജീവിതത്തിൽ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒത്തിരി സന്തോഷം തോന്നി. സത്യമായിട്ട് യേശുവിൻ്റെ തിരുമുഖം കാണുമ്പോൾ സത്യമായിട്ട് നമ്മളെ കൂടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. നമ്മളെ കൂടെ കർത്താവ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അത് ഞാൻ പ്രാർത്ഥിച്ച ഇത്രമാത്രം നല്ലൊരു അനുഭവം, സന്തോഷവും സമാധാനവും ഒക്കെ അവരിൽ കണ്ടു എന്ന് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ ലേറ്റായെങ്കിലും ഇപ്പോൾ കൃത്യസമയത്ത് ഇവിടെ എത്തി. അതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. എത്രയോ പേര് വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിദേശ യാത്രകൾ നടക്കുന്നു, രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് സ്ഥലവിൽപ്പനകൾ, വിവാഹാലോചനകൾ അതെല്ലാം നടക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് അവർ ആഴമായി അനുദപിച്ച് കുമ്പസാരത്തിൽ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അവരവരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ആ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ഉത്തരം ലഭിക്കുക. മറ്റുള്ളവിടത്തു നിന്നുള്ള വ്യത്യസ്തത നേരിട്ട് വന്ന് ഈശോയുമായി രമ്യപ്പെട്ട് ഈശോയുടെ അടുത്ത് അവരുടെ പ്രാർത്ഥന നിയോഗങ്ങൾ എഴുതിയിടുമ്പോൾ ആ വേളയിൽ തന്നെ യേശു നേരിട്ട് ഇവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കുർബാനകൾ നമ്മൾ നടക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇന്ന് കേരളത്തിൽ ഈ ദിവ്യകാരുണ്യ സെൻറ്റർ മാറി എന്നുള്ളതാണ്. ദിവ്യകാരുണ്യത്തിലേക്ക് കൂടുതൽ എന്താ പറയുക കേന്ദ്രീകൃതമായിട്ടൊരു ജനം വിശുദ്ധ കുർബാനയിലേക്ക് കൂടുതൽ ആരാധിക്കുവാനായിട്ട് കടന്നു വരും ജനത്തെയാണ് ഈ ഒരു വിളക്കന്നൂരിൽ കാണുക. മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഇത് തന്നെ. ഈശോയുമായിട്ട് നേരിട്ടുള്ളൊരു ബന്ധത്തിന് ദൈവജനത്തിന് അവസരം ലഭിക്കുന്ന ഒരു ഇടമായിട്ട് വിളക്കന്നൂർ മാറി എന്നുള്ളതാണ്. നവംബർ 13-ാം തീയതി ഈ പുണ്യദിനങ്ങൾക്ക് കൊടിയേറുമ്പോൾ ഇവിടെ 101 മണിക്കൂർ അഖണ്ഡ ആരാധനയോടുകൂടിയാണ് നമ്മൾ ഈ പുണ്യദിനങ്ങളിലേക്ക് പ്രവേശിക്കുക. നവംബർ 15-ാം തീയതി ശനിയാഴ്ചയാണ് ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ വാർഷിക ദിനം. ഈ പുണ്യപ്പെട്ട ദിനങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുക തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തിയായ മാർ ജോസ് പാംബ്ലാനി പിതാവും മാർ ജോർജ് മലിമറ്റം പിതാവും ഞർലക്കാട് ജോർജ് പിതാവും താമരശ്ശേരി രൂപതയുടെ അധ്യക്ഷനായ റെമിജിയോസ് പിതാവും അലക്സ് പിതാവും റവറൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവുമാണ്. അതോടൊപ്പം തന്നെ 15-ാം തീയതി വാർഷിക ദിനത്തിൽ ഈ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ച അന്നത്തെ വിശുദ്ധ ബലി അർപ്പിച്ച നമുക്കേവർക്കും പ്രിയങ്കരനായ പതിക്കൽ തോമസ് അച്ഛനും അന്ന് 12:30 വിശുദ്ധ ബലി അർപ്പിക്കുന്നു എന്നുള്ളതും ഈ പുണ്യദിനത്തിൻ്റെ പ്രത്യേകതയാണ്. നവംബർ 16-ാം തീയതി കേരളത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന അഖില കേരള പ്രഥമ ദിവ്യകാരുണ്യ ക്വിസ് മത്സരം നടത്തുകയാണ്. ഇതോളം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമായി 150ഓളം ടീമുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നവംബർ 17 മുതൽ 19 വരെ പ്രസിദ്ധ സുവിശേഷ പ്രഘോഷകനായ നന്ദു ജോൺ ബ്രദർ നേതൃത്വം നൽകുന്ന ദിവ്യകാരുണ്യ കൺവെൻഷൻ നടത്തപ്പെടുകയാണ്. 19-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രേക്ഷിതരായ 1500 വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ പ്രദർശനവും ഈ പുണ്യഭൂമിയിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. 21-ാം തീയതിയാണ് ദേവാലയത്തിൽ നിന്ന് ഈശോയെ വഹിച്ചുകൊണ്ടുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം. തിരുസഭ ഈ ദിവ്യകാരുണ്യ അത്ഭുതം
ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രഥമ വാർഷികവും ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നതിന് ശേഷം ഈ നവംബർ 15 ആകുമ്പോൾ 12 വർഷങ്ങളും പൂർത്തിയാക്കുകയാണ്. വരുന്ന എല്ലാവരും പറയുന്ന വലിയൊരു അത്ഭുതമായി അവരെല്ലാം മനസ്സിൽ കുറിച്ച് വയ്ക്കുക. 12 വർഷങ്ങൾ കഴിഞ്ഞ് 13ാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴും തിരുവോസ്തിയിൽ തെളിഞ്ഞ ഈശോയുടെ ആ മുഖം കൂടുതൽ പ്രശോഭിതമായി ഓരോ ദിനവും നമ്മുടെ മനസ്സിൽ വലിയ അനുഗ്രഹത്തിൻ്റെ മുദ്ര പതിപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നും എന്നേരവും ആരാധന.